നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സന്ധ്യയിൽ നിങ്ങളോടുകൂടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ഭാഗ്യകരമായ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ റൂബിനായി, കുടുംബത്തിനായി സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വിശുദ്ധ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായുടെ ലേഖനം, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. പ്രിയ പിതാവേ, നല്ല നിമിഷങ്ങൾക്ക് നന്ദി. അനുഗ്രഹീത രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുപാദപീഠത്തിൽ അണയാൻ സർവശക്തനായ ദൈവം ഒരു സാവകാശം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി. തിരക്കുള്ള രാജ്യത്ത്, തിരക്കുള്ള കർത്താവെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചെടുത്ത് ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്ട്രഗിളുകളും എല്ലാ സങ്കടങ്ങളും ഇറക്കി വയ്ക്കാൻ ഞങ്ങൾ ഓടി അണയുന്നത് അങ്ങയുടെ പാദപീഠത്തിലാണ്. ഇന്ന് രാത്രി ആവലോടെ കടന്നു വന്നിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടണമേ. സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് താഴ്ത്തുന്നു. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ വ്യാപരിപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. തിരുവചനത്തിൻ്റെ പ്രകാശനങ്ങളെ ഞങ്ങൾക്ക് തുറന്നു തരണമേ. വചനം കേൾക്കുന്നത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ബലമാകാൻ, ഞങ്ങൾക്ക് ആത്മീയ വർധനവിന് കാരണമാകാൻ ദൈവാത്മാവിടയാക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളങ്ങ് തുറന്നു തരണം. സ്വർഗം ഞങ്ങളോട് സംസാരിക്കണം. മഹത്വവും മാനവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പരിശുദ്ധ പിതാവേ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായുടെ വളരെ അനുഗ്രഹീതമായ ലേഖനം, വിശുദ്ധ റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ തിരുവെഴുത്താണ് നമ്മൾ ഇന്ന് പകലിൽ, ഈ രാത്രി നമ്മൾ ദൈവവചന ധ്യാനത്തിനായിട്ട് വായിച്ചത്. സുപരിചിതമായൊരു ദൂതാണത്. അതുവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചു, പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളെല്ലാം ഈടുറ്റ ലേഖനങ്ങൾ തന്നെയാണ്. എന്നാൽ വിശുദ്ധ റോമാലേഖനം സുവിശേഷത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് പൗലോസ് പങ്കുവെക്കുന്ന ഒരു പുസ്തകമാണ്. ആഴമായ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് ഈ ലേഖനത്തിലൂടെ നമ്മോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസത്തിലൂടെ വ്യാപരിക്കപ്പെടുന്ന ഉന്നതമായ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പങ്കുവെക്കുന്നു. റോമിലെ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടത് പൗലോസിലൂടെയല്ല. റോമിലെ ദൈവസഭ എങ്ങനെയാണ് ആരംഭിച്ചതെന്നതിനെക്കുറിച്ച് പല നിലയിലുള്ള ചിന്തകൾ, പഠനങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ആരിലൂടെ ഈ സഭ സ്ഥാപിക്കപ്പെട്ടു എന്നതിനേക്കാൾ ഈ ദൈവസഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ പൗലോസ് ഓർപ്പിക്കുന്ന ശ്രദ്ധേയമായൊരു കാര്യം ഇവരുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളുവാനുള്ള സാവകാശം ഈ സഭയിലെ ദൈവമക്കൾക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് സുവിശേഷത്തിലൂടെ സാധ്യമായ ഉന്നതമായ ആത്മീക അനുഭവങ്ങളെ പൗലോസ് ഈ ലേഖനത്തിലൂടെ
പങ്കുവെക്കുന്നു. 3 വിഷയങ്ങളാണ് റോമാലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. വിശ്വാസത്താൽ വ്യാപരിക്കപ്പെടുന്ന നീതീകരണത്തെക്കുറിച്ചാണ് ഇതിൻ്റെ പ്രാരംഭ അധ്യായങ്ങളിൽ പൗലോസ് സംസാരിക്കുന്നത്. തുടർന്ന് നമ്മൾ വായിച്ചു പോകുമ്പോൾ വിശ്വാസത്തിലൂടെ വ്യാപരിക്കപ്പെടുന്ന വിശുദ്ധീകരണത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഒടുവിലായി വിശ്വാസത്തിലൂടെ വെളിപ്പെടുന്ന തേജസ്കരണത്തെക്കുറിച്ച് പറഞ്ഞാണ് പൗലോസ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. അപ്പം ഉന്നതമായ ഒരാത്മീയ വെളിപ്പാട് നമ്മളിലേക്ക് പകർന്നു തരുന്ന വളരെ അനുഗ്രഹീതമായ എഴുത്തുകളാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ നമ്മോട് പങ്കുവെക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പൗലോസ്, നമുക്കറിയാം, സുവിശേഷത്തെക്കുറിച്ച് വളരെ ഉന്നതമായ കാഴ്ചപ്പാടുള്ള മനുഷ്യനായിരുന്നു പൗലോസ്. സുവിശേഷീകരണത്തെക്കുറിച്ച് തനിക്ക് വ്യക്തമായ നിലപാടുകളുണ്ടായിരുന്നു. റോമിലെ ദൈവസഭയിൽ പൗലോസ് വന്നിട്ടില്ല എന്ന് ഞാൻ ഓർപ്പിച്ചു. എന്നാൽ വരണമെന്ന് പൗലോസിന് ദീർഘകാലങ്ങളായിട്ടുള്ള പൗലോസിൻ്റെ ആഗ്രഹമായിരുന്നെന്ന് ഈ ലേഖനത്തിൽ പൗലോസ് പലയിടത്തും പങ്കുവെക്കുന്നുണ്ട്. പൗലോസിൻ്റെ റോമിലേക്കുള്ള യാത്ര തടയപ്പെട്ടു എന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പൗലോസിൻ്റെ മിഷണറി യാത്രകളെ നമ്മൾ പഠിക്കുമ്പോൾ പൗലോസിൻ്റെ പല യാത്രകളും ഇതുപോലെ തടയപ്പെട്ടിട്ടുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ആസിയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറഞ്ഞു. ബിഥുന്യയിലേക്ക് പോകാൻ പൗലോസ് ശ്രമിച്ചു, പക്ഷേ ആത്മാവോ സമ്മതിച്ചില്ല. അപ്പം ബിഥുന്യയിലേക്കും ആസിയിലേക്കുമുള്ള പൗലോസിൻ്റെ യാത്രയെ പരിശുദ്ധാത്മാവ് തടഞ്ഞു. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ ദൈവമനുഷ്യൻ പറഞ്ഞു, ഞാൻ പലവട്ടം നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹിച്ചെങ്കിലും സാത്താൻ ഞങ്ങളെ തടഞ്ഞു. അപ്പം തെസ്സലോനിക്കായിലേക്കുള്ള യാത്ര സാത്താൻ തടഞ്ഞു. ആസിയിലേക്കും ബിഥുന്യയിലേക്കുമുള്ള നീക്കം പരിശുദ്ധാത്മാവ് വിലക്കി. അങ്ങനെയെങ്കിൽ റോമിലേക്കുള്ള പൗലോസിൻ്റെ യാത്ര ആരാണ് തടസ്സപ്പെടുത്തിയത്? ആരാണ് തടഞ്ഞത്? പൗലോസ് പറയുന്നത്, എന്തുകൊണ്ടാണ് റോമിലേക്കുള്ള യാത്ര തടയപ്പെട്ടത്? റോമാലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏത് കാരണം കൊണ്ടാണ് തനിക്ക് റോമിലേക്ക് വരാൻ തടസ്സം നേരിട്ടത് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ അകത്ത് പൗലോസ്ലീഹ അത് സാക്ഷ്യപ്പെടുത്തുന്നു. അതിൻ്റെ 20-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ മറ്റൊരുവൻ്റെ അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്നെഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിക്കാൻ. അപ്പം സുവിശേഷം അറിയിക്കുന്നതിൽ പൗലോസിന് ലജ്ജയില്ലായിരുന്നു. പൗലോസിന് അത് അഭിമാനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതല്ലേ പൗലോസ് പറഞ്ഞത്, ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം എന്താ? അതെന്താന്ന് എനിക്ക് മനസ്സിലായി. അത് രക്ഷിക്കപ്പെടുന്നവന് ദൈവശക്തിയാണ്, എന്നാൽ അത് നശിച്ചു പോകുന്നവന് ഭോഷത്വമാണ്.
സുവിശേഷത്തെ ഉയർത്താൻ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. കാരണം സുവിശേഷം രക്ഷിക്കപ്പെടുന്നവന് ശക്തിയാണ്. ലോകത്തെ ഇളക്കി മറിച്ചതുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, അത് സുവിശേഷമാണ്. ലോകത്തെ സ്വാധീനിച്ച വേറൊന്നുമില്ല, അത് സുവിശേഷമാണ്. ഇത്ര ഉന്നതമായ ഒന്നിനെ ദൈവം നമ്മുടെ മേൽ തുറന്നു തരാൻ ദൈവത്തിന് അതേ ഇഷ്ടം തോന്നിയതോർത്ത് ഞാൻ ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. ഉന്നതമായ സുവിശേഷത്തിന്റെ വിളി വീണവർ ഈ രാത്രി ഹോളിനകത്തിരിക്കുന്നുണ്ട്. ആ ദൂത് എന്നോടാണെന്ന് ഇന്ന് രാത്രി ഹൃദയത്തിൽ തൊടുന്നവൻ ആത്മാവിൽ പ്രതികരിക്കട്ടെ. നിന്റെ കയ്യിൽ സുവിശേഷത്തിന്റെ തീ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. കരമടിച്ച് ഇന്ന് രാത്രി ആത്മാവിൽ ആ ദൂതിനെ സ്വീകരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ജയം വ്യാപരിക്കട്ടെ. ഇരുൾ മണ്ഡലങ്ങൾ ഭയപ്പെടുന്ന ഒന്നാണ് സുവിശേഷം. പൈശാചിക ലോകം വിറയ്ക്കുന്ന ഒന്നാണ് സുവിശേഷം. എന്താ സുവിശേഷം? സുവിശേഷം ക്രിസ്തുവാണ്. സുവിശേഷം അതേ ശക്തിയാണ്. സുവിശേഷം ഇന്ന് രാത്രി ഇരുളിന്റെ ശക്തികളെ ഉടച്ചു കളഞ്ഞ ദൈവത്തിന്റെ പദ്ധതിയാണ്. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യട്ടെ. സുവിശേഷം അറിയിക്കുന്നതിൽ അതുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നു, എനിക്ക് അഭിമാനമാണ്, ഞാൻ യഹൂദനും യവനനും കടക്കാരനാകുന്നു. എന്തിനെ പ്രതി? സുവിശേഷത്തെ പ്രതി. ഹല്ലേലൂയ. എല്ലാവരോടും സുവിശേഷം പറയാനുള്ള ഒരു വലിയ ഉത്സാഹം, തീഷ്ണത ഈ അനുഗ്രഹീതനായ ദൈവമനുഷ്യന്റെ അകത്തുണ്ട്. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. സുവിശേഷം അറിയിക്കാൻ ദൈവം പ്രത്യേകമാരെയാക്കിയിട്ടില്ല. രക്ഷിക്കപ്പെട്ട ഓരോരുത്തരുടെ മേലുമുള്ള നിയോഗമാണ് സുവിശേഷം പറയുക എന്നുള്ളത്. നിനക്ക് കിട്ടുന്ന സമയങ്ങളിൽ നീ സുവിശേഷം പറയണം. ദൈവത്തിനു സ്തോത്രം. എന്താണ് സുവിശേഷം? യേശുവാണ് സുവിശേഷം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രക്ഷയാണ് സുവിശേഷം. സുവിശേഷം ശക്തിയാണ്. ഹല്ലേലൂയ. സുവിശേഷമാണ് നിത്യത. സുവിശേഷത്തിലൂടെ മാത്രമേ മനുഷ്യജാതിയെ വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇത്ര ഉന്നതമായ പദവി ദൈവം നമ്മുടെ മേൽ പകർന്നു തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കരമുയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രമുണ്ടാകുമാറാകട്ടെ. ശ്രദ്ധിച്ചേ. അപ്പോൾ പൗലോസ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചെങ്കിലും മുടക്കം വന്നു. എന്തുകൊണ്ടും മുടങ്ങിപ്പോയി? റോമാലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, വേറൊരുവൻ്റെ അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയാതിരിക്കേണ്ടതിന് അവനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ കാണും. പ്രൈസ് ദി ലോർഡ്. അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ എത്രേ സുവിശേഷം അറിയിപ്പം ഞാൻ അഭിമാനിക്കുന്നു. പറഞ്ഞാൽ അതിൽ ഇതുവരെ യേശുവിനെ കുറിച്ച് അറിയാത്തവനോട് യേശുവിനെ കുറിച്ച് പറയണമെന്നുള്ളൊരു വലിയ ഉത്സാഹം, ഒരു വലിയ കാഴ്ചപ്പാട് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. കാരണം എന്താണ്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതേതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ്. ദൈവത്തിന് സ്തോത്രം. ഇരുൾ മൂടിക്കിടക്കുന്ന ദേശത്തിൻ്റെ നടുവിൽ മരണത്തിൻ്റെ നിഴലിനകത്ത് അല്യ ഗതി കിട്ടാതെ നിൽക്കുന്ന ഒരു തലമുറയെ അടർത്തിയെടുക്കണമെങ്കിൽ ഇന്ന് രാത്രി സുവിശേഷത്തിനേ കഴിയൂ. സുവിശേഷകന്റെ മേൽ കിടക്കുന്നത് ഉന്നതമായ അല്യ നിയോഗമാണ്. ഇന്ന് രാത്രി ആ ദൂത ഏറ്റെടുക്കാൻ ഞാൻ ആത്മാവിൽ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്.
കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, അതുകൊണ്ട് അറിയാത്തവരോട് പറയാൻ എനിക്ക് സന്തോഷമാണ്. അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കപ്പെടുന്നു, അതിനുവേണ്ടി ഞാൻ തിരയുകയാണ്, ഞാൻ ഓടുന്നത് അതിനു വേണ്ടിയാണ്. അങ്ങനെ ഓടിയ മനുഷ്യന് റോമിലേക്ക് എത്താൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും താൻ ആഗ്രഹിച്ച സമയങ്ങളിൽ ആ മനുഷ്യന് പുറപ്പെടാൻ സാധിച്ചില്ല. കാരണം എന്താണ്? വചനം പറഞ്ഞൊരു നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താ നിർബന്ധം? അത് സഭ വെച്ചതല്ല, അത് പാസ്റ്റർ വെച്ചതല്ല, അത് സംഘടന വെച്ചതല്ല, അത് അവൻ്റെ മേൽ വീണ ദൈവത്തിൻ്റെ വലിയ നിയോഗം അവൻ്റെ മേൽ ഭരമേൽപ്പിച്ചതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്ന കേട്ടു, വേറൊന്നുമല്ല, എന്നെ നിർബന്ധിക്കുന്നത് ക്രൂശിൻ്റെ സ്നേഹമാണ്. സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഇന്ന് പകലിൽ സ്നേഹത്തിൽ പിടിക്കപ്പെട്ടവനാണ് നീയെങ്കിൽ നിനക്കടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നിന്റെ അകത്തിരുന്നു കൊണ്ട് ആ ദൈവസ്നേഹം നിന്നോട് പറയൂ, നീ ചിലതിനെ ഈ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ വിളിയുള്ളവനാണ്. ആ സ്നേഹത്തിന്റെ പുതപ്പ് വീണവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. അവർ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. രക്തം ജയം, രക്തം ജയം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് പങ്കുവെച്ചിട്ട് ഞാൻ മുൻപോട്ട് വരാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, റാമിലെ ദൈവമക്കളെ കാണണമെന്ന് ദീർഘകാലങ്ങളായി പൗലോസ് ആഗ്രഹിക്കുന്നെന്ന് പൗലോസ് പലയിടത്തും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പലവട്ടം അവരുടെ അടുക്കൽ പുറപ്പെടാൻ ആഗ്രഹിച്ചെങ്കിലും മുടക്കം വന്നുവെന്ന് പൗലോസ് ഈ ലേഖനത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസ് പറയുകയാണ്, എപ്പോഴെങ്കിലും ദൈവേഷ്ടപ്രകാരം നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ആശ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ ആ വിഷയം തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? റോമിൽ പോകണം, റോമിൽ പോകണം. കർത്താവിനോട് ആ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് തിരുവെടുത്ത് പറയുന്നത്, ആ മനുഷ്യന് റോമിലേക്ക് പോകാൻ ഒരു സാധ്യത തുറന്നു കിട്ടി. എപ്പോഴാണെന്നറിയാമോ? തൻ്റെ ശുശ്രൂഷയുടെ ഒടുവിലെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ്. ആ യാത്ര വളരെ സംഘർഷകരമായ യാത്രയായിരുന്നു, വളരെ പ്രതിബന്ധങ്ങൾ നിറഞ്ഞ യാത്രയായിരുന്നു. കഴിഞ്ഞ രാത്രി നമ്മളത് കേട്ടില്ലേ? ആ യാത്രയിലാണ് ഈശാനമൂലൻ ആ യാത്രയ്ക്കെതിരെ ഉയർന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇടവഴിയിൽ തകർന്നു പോകുമോ ഈ യാത്രയിൽ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീവൻ പൊലിഞ്ഞു പോകുമോ? എല്ലാം അവസാനിക്കുമോ എന്നൊക്കെ ചിന്തിച്ചു നിൽക്കുന്ന ഒരു വലിയ കൂട്ടം ആ കപ്പലിനകത്തുണ്ട്. പക്ഷേ ഒരുവൻ ആ കപ്പലിൻ്റെ അകത്ത് തളർന്നു നിൽക്കുന്ന ഒരു തലമുറയുടെ അടുക്കലേക്ക് കയറി വന്നിട്ട് പറയുന്നൊരു ദൂതനെ ചലിപ്പിച്ചു. ആ ദൂതെന്താണെന്നറിയാമോ? നിങ്ങൾ ഭയപ്പെടേണ്ട, ഒന്നും സംഭവിക്കത്തില്ല. ഈ യാത്രയിൽ ചരക്കുകൾക്കൊഴികെ കപ്പലിനോ നമുക്കോ ഒരു ദോഷവും വരുത്തത്തില്ല. എന്താ കാരണം? കഴിഞ്ഞ രാത്രി എനിക്കൊരു ദൈവിക ഇടപെടൽ ഉണ്ടായി. എന്താ ഇടപെടൽ? സ്വർഗം എന്നോട് പറഞ്ഞു, അതേ പ്രൈസ് ദി ലോർഡ്, പൗലോസേ, റോമിൽ നീ എന്നെ, പ്രൈസ് ദി ലോർഡ്, യെരൂശലേമിൽ നീ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും നീ എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു ദൂത് ഞാൻ പറയാം. ഒരു ദൂത് ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവചിച്ചൊരു ദൂത് പറയുക കേട്ടോ. പൗലോസ് പറയുകയാണ്, പകൽ സൂര്യനെയോ രാത്രി ചന്ദ്രനെയോ കാണാനില്ല, ദീർഘ ദിവസങ്ങൾ നക്ഷത്രങ്ങളെ കണ്ടില്ല. പുറംകടലിനകത്ത് ദിശയറിയാതെ തീരമറിയാതെ ഉലയുന്നൊരു കപ്പലിനകത്ത് ഉലയ്ക്കുന്ന ഈശാനമൂലൻ കപ്പലിനെതിരെ, ജീവനെതിരെ ഭീഷണി ഉയർത്തി നിൽക്കുമ്പോൾ വചനം പറയുന്നു, ഒന്നും കാണാനില്ല, സാധ്യതകൾ ഒന്നുമില്ല. പക്ഷെ ആ മനുഷ്യൻ പറയുന്നു, ഇതെല്ലാം അടഞ്ഞാലും അടയാത്തൊന്ന്, ഇതെല്ലാം അടഞ്ഞാലും അടയാത്തൊന്ന് ആ കപ്പലിനകത്ത് തുറന്നു വന്നു. അതെന്താണെന്നറിയാമോ? അത് സ്വർഗത്തിന്റെ ഇടപെടലായിരുന്നു, അത് ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ നിനക്കെതിരെ ഉയർന്നാലും ഇന്ന് രാത്രി അതെ അടയാത്തൊരു സ്വർഗമുണ്ട്, തുറന്നൊരു ദൈവ ശബ്ദമുണ്ട്. അതിന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളെ അടിച്ച് ഈ രാത്രി ആത്മാവിൽ ആ ദൂതിനെ സ്വീകരിക്ക്. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് രാത്രി ഉയരുന്ന ഒരു ദൈവ ശബ്ദമുണ്ട്, തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആരോടൊക്കെയോ ആത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുകയോ? ആമേൻ, ഹല്ലേലൂയ.
പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടരുത്, ഈ യാത്രയിൽ നമ്മുടെ പ്രാണന് നഷ്ടം വരത്തില്ല. എന്താ കാരണം? ഒരു ദൂത് കിടക്കുന്നുണ്ട്, ഒരു വാക്തത്വം കിടക്കുന്നുണ്ട്. എന്താ അത്? റോമിൽ ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷീകരിക്കണമെന്നുള്ളതാണ്. വാക്തത്വം നിന്റെ തലയ്ക്ക് മുകളിൽ കിടക്കുന്നിടത്തോളം നീ യാത്ര ചെയ്യുന്ന അതേ യാത്രാപഥങ്ങളിൽ ഉയരുന്ന തിരകളും അതേ ഓളങ്ങളും നിന്നെ തൊടത്തില്ല. നിന്നെ പൊതിയുന്ന ഒരു ദൈവ കൃപയുണ്ട്. അത് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. ആമേൻ. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ വളരെ പ്രതിസന്ധിയുടെ നടുവിലും റോമിലേക്ക് പോകണമെന്ന് പൗലോസ് ആഗ്രഹിച്ചതിൻ്റെ പിന്നിലെ പൗലോസിൻ്റെ താല്പര്യം എന്താണ്? എന്തിനാണ് പൗലോസ് ഇടതടവില്ലാതെ ഈ വിഷയം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്? എൻ്റെ ഉള്ളിലൊരു വലിയ ചോദ്യമായിരുന്നു അത്. എന്തിനാണ് ദൈവദാസനെ തടസ്സങ്ങൾ പലതും നേരിട്ടിട്ടും അല്ലെങ്കിൽ ആഗ്രഹം പ്രൈസലോൾ തള്ളിക്കളയാതെ റോമിലേക്ക് പോകണമെന്ന് വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? എന്താണ് റോമിൽ ചെന്നിട്ട് നിങ്ങൾക്കുള്ള നേട്ടം? പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്ന, റോമിൽ ചെല്ലുന്നത് എനിക്ക് നേട്ടം ഉണ്ടാക്കാനല്ല, അവർക്കൊരു നേട്ടമുണ്ട് ഞാൻ ചെല്ലുന്നതിലൂടെ. അതെന്താണെന്നൊന്ന് പറയാനാണ് ഈ ഭാഗത്തേക്ക് ഞാനൊന്ന് വരുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ അകത്ത് 11-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. 11-ാമത്തെ വാക്യം, റോമാലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. യെസ്. ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. എന്തിന്? നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും, അതും നിങ്ങൾ ശ്രദ്ധിച്ചേ, ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞാൽ, വിശ്വാസത്തിൽ ഇവർ സമ്പന്നരെങ്കിലും ആത്മീയ അനുഭവങ്ങളിൽ ഇവർക്ക് വേണ്ടത്ര അനുഭവങ്ങളില്ല. അതുകൊണ്ട് പൗലോസ് ആഗ്രഹിക്കുന്നത് റോമിലെ ദൈവസഭയിൽ താൻ ചെല്ലുന്നത് നിമിത്തം ആ സഭയിലുള്ളവരുടെ മേൽ ചില കൈമാറ്റങ്ങൾ നടക്കുമെന്ന് പൗലോസിന് ഉറപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് ആത്മീക വരങ്ങൾ കൈമാറാൻ കഴിയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലേ, ദൈവസഭയുടെ മേൽ വ്യാപരിക്കേണ്ടത് അതാണ്. ആത്മീക വരങ്ങൾ വ്യാപരിക്കപ്പെടണം. ഈ കൂട്ടായ്മയുടെ എല്ലാം പിന്നിലെ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മാവിൽ ബലപ്പെടുക എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ പൈതലെ, ഉപവാസത്തിൻ്റെ 3-ാമത്തെ ദിനം ആരാധനയോടുള്ള ബന്ധത്തിൽ ആലയത്തിൻ്റെ അകത്ത് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ സമയം ഗൗരവമുള്ളതാണ്. ചില കൈമാറ്റങ്ങൾ ഇന്ന് രാത്രി നടക്കണം. ചിലതിനെ നമുക്ക് പ്രാപിക്കാൻ കഴിയണം. ആത്മമണ്ഡലത്തിൻ്റെ നടുവിൽ അദൃശ്യതലങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കണമെങ്കിൽ നിൻ്റെ സ്വയാശ്രയം കൊണ്ട് കഴിയത്തില്ല. സ്വയ കഴിവ് പോരാ, സ്വയ ശക്തി പോരാ. അതുകൊണ്ട് ഇന്ന് രാത്രി വ്യാപരിക്കേണ്ടത് ദൈവശക്തിയാണ്, വ്യാപരിക്കേണ്ടത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്. അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കപ്പെട്ടാൽ പൈശാചിക അധികാരങ്ങൾ നിനക്ക് മുമ്പിൽ കീഴടങ്ങും. അതുകൊണ്ട് വചനം പറയുന്നത്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്നവൻ്റെ കോപ്പ് കവർന്നെടുക്കാൻ കഴിയത്തില്ല. നിന്നെ ഈ പട്ടണത്തിൻ്റെ നടുവിൽ ദൈവം നിർത്തിയിരിക്കുന്നത് ബലവാനെ കീഴടക്കാനാണ്. അർത്ഥൽഗമന, ദൈവസഭയെ ഈ ദേശത്തിൻ്റെ നടുവിൽ ദൈവം നിർത്തിയിരിക്കുന്നത് ദേശത്തിന്റെ ആധിപത്യങ്ങളുടെ മുകളിൽ ചവിട്ടാനാണ്. ഈ രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ചാത്മാവിലോ ദൂതനെ സ്വീകരി. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ഇന്ന് രാത്രി ആ കൃപാവരങ്ങളെ ഒന്ന് ജ്വലിപ്പിക്കുക, ആ അഭിഷേകത്തെ ഒന്ന് ജ്വലിപ്പിക്കുക. പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രി നമ്മെ ആഹ്വാനം ചെയ്യുകയോ. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ ഹല്ലേലൂയ സാഹചര്യങ്ങളെ അതിജീവിച്ചത്
അവരുടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഭൗതികമായ സാഹചര്യങ്ങൾ കൊണ്ടായിരുന്നില്ല. കാരണം സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായിരുന്നില്ല. സുവിശേഷത്തെ പ്രതി വീട് നഷ്ടപ്പെട്ടവർ, കർത്താവിനെ പ്രതി കുടുംബം നഷ്ടപ്പെട്ടവർ, വീട് വിട്ടിറങ്ങിയവർ, എല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങിയ ആയിരക്കണക്കിന് വിശുദ്ധന്മാരുണ്ട് കഴിഞ്ഞ തലമുറകളിൽ. അവരെല്ലാം കണ്ടത് കർത്താവിനെയായിരുന്നു. എന്നാൽ കർത്താവിനെ കണ്ട് ഇറങ്ങിയവരെയെല്ലാം ദൈവം കരുത്തരാക്കി മാറ്റി. ആ തലമുറയുടെ നടുവിൽ അവർ എഴുന്നേറ്റ് നിന്നത് അവരുടെ മേൽ വ്യാപരിച്ച അഭിഷേകത്തിലാണ്. അഭിഷേകം നിന്നെ ഉയർത്തും, അഭിഷേകം നിന്നെ ശക്തീകരിക്കും, അഭിഷേകം നിന്റെ നിലവാരങ്ങളെ മാറ്റൂ. ഇന്ന് രാത്രി അഭിഷേകത്തിന് മാത്രമേ നിന്നെ സഹായിക്കാൻ കഴിയത്തുള്ളൂ. ഈ രാത്രി വ്യാപരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിഞ്ഞ് ആത്മാവിന്റെ നിയോഗങ്ങളെ സ്വീകരിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി അസാധ്യതകൾ മാറിപ്പോകും. അസാധാരണമായ നിലയിൽ ആത്മാവിന് ഇന്ന് രാത്രി നമ്മെ എഴുന്നേൽപ്പിക്കാനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങളുടെ മേലൊരു കൈമാറ്റം നടക്കും. ആത്മപകർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പ്രൈസലോ. ആത്മപകർച്ചയെ വിമർശിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇന്ന് രാത്രി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയാം, നിന്റെ മേൽ ആത്മപകർച്ച നടന്നാൽ നിന്റെ ചരിത്രം മാറും, നിന്റെ ജീവിതം മാറും. ഇന്ന് രാത്രി അഭിഷേകത്തിനല്ലാതെ നിന്റെ നിലവാരങ്ങളെ തിരിക്കാൻ മറ്റൊന്നിന് കഴിയത്തില്ല. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പരിചയമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് അഭിഷേകമാണ്, ആത്മശക്തിയാണ്. അതുകൊണ്ടല്ലേ യേശു കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് പറഞ്ഞത്, ഉയരത്തിലെ ശക്തി പ്രാപിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവശക്തി വ്യാപരിക്കാതെ നമുക്ക് ചലിക്കാൻ കഴിയില്ല ദൈവമക്കളെ. ആത്മമണ്ഡലത്തിൻ്റെ ഹല്ലേലൂയ സ്ട്രാറ്റജികളെ തിരിച്ചറിയണമെങ്കിൽ നിൻ്റെ ആത്മകണ്ണുകൾ തുറക്കപ്പെടണം. അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. എഫെസോസിൻ്റെ ആത്മതലത്തിൽ നോക്കിയാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ വിളിച്ചു പറയുന്നത്, നിൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കപ്പെടണം. ദൈവസഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നീ ഉൾക്കണ്ണുകളെ തുറന്നവനായി തീരണമെന്ന. മറ്റാർക്കും കാണാൻ കഴിയാത്ത നിനക്ക് കാണാൻ കഴിയും. അഭിഷേകം വീണവന് ഹല്ലേലൂയ പ്രൈസ് ലോകക്കാരന് കാണാൻ കഴിയാത്തത് കാണാൻ കഴിയും. ആത്മമണ്ഡലത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ കണ്ണു തുറക്കാത്ത പലർക്കും കാണാൻ കഴിയാത്തത് ഉൾക്കണ്ണു തുറന്ന സഭയ്ക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദൈവസഭ ആത്മാവിൽ ഉണർത്തപ്പെടട്ടെ. ഈ ദിവസങ്ങൾ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കട്ടെ. പലർക്കും അതേ മറഞ്ഞു നിൽക്കുന്നത്, പലർക്കും മിസ്സായി പോകുന്നത് ഇന്ന് രാത്രി തുറക്കപ്പെട്ട വെളിപ്പാടുള്ളവന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരട്ടെ. നിന്നെ കൊണ്ട് ചിലതിനെ കൈകാര്യം ചെയ്യിക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഈ രാത്രി ആ ദൂതനെ സ്വീകരിക്കട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ വേഗത്തിൽ വായിച്ച ദൂതിലേക്ക് എനിക്ക് വരണമല്ലോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് നിങ്ങളെ ഓർപ്പിക്കാനാണ് ഞാൻ ആ ഭാഗത്തേക്ക് വന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ റോമിലെ ദൈവമക്കളെ പൗലോസ് കണ്ടിട്ടില്ല. കാണാൻ പൗലോസിന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ആഗ്രഹിച്ച സമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞില്ല. എന്തിന് പൗലോസ് വരുന്നെന്ന് നമ്മൾ കണ്ടു. പൗലോസ് വരുന്നത് അവരുടെ മേൽ ചിലത് പകരാനുള്ള ആഗ്രഹത്തോടെയാണ്, നിയോഗത്തോടെയാണ്. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത്, എന്നാലാവോളം ഞാൻ നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ആ ജനറേഷൻ്റെ മേലൊരു പകർച്ച വീഴാൻ അവരൊരുങ്ങണമെന്നല്ല പൗലോസ് പറഞ്ഞത്, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ വളരെ ചിന്തിപ്പിച്ച ദൂതാണത്. ദൈവത്തിന് സ്തോത്രം. അതുവരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ചെല്ലുന്ന ഇടത്ത് ജനം ഒരുങ്ങിയാൽ മതിയെന്നാണ്. ഇവിടെ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ജനം ഒരുങ്ങുക എന്നതിനേക്കാൾ ഗൗരവം ഹല്ലേലൂയ അയക്കപ്പെടുന്നവൻ ഒരുങ്ങുക എന്നുള്ളതാണ്.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം. നിയോഗമുള്ളൊരു ശുശ്രൂഷകൻ നമ്മുടെ നടുവിൽ വരുമ്പോൾ ഒരുക്കപ്പെട്ട ഒരു ആത്മീയ നിലയിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ നമ്മുടെ മേലൊരു പകർച്ചയായി വ്യാപരിക്കപ്പെടണമെങ്കിൽ അലസതയോടെ നമ്മൾ ഇരുന്ന് നടക്കേല. ഇന്ന് രാത്രി ചിലത് പ്രാപിക്കാനുള്ള കൊതിയോടെ, ആഗ്രഹത്തോടെ ഈ രാത്രി നിന്നെ ഏൽപ്പിക്കപ്പെടുത്തിയാൽ, നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് രാത്രി ഒരുപക്ഷെ ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ മേലൊരു പുതപ്പിടാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ആമേൻ. ശ്രദ്ധിച്ചേ, റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. സ്തോത്രം. അടുത്ത വാക്യം, വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ആ ദൂതിനകത്ത് നിന്ന് ആത്മാവ് തന്ന ഒറ്റ പ്രകാശനം, ഒരു പദം നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവിൽ ആശ്രയിക്കുന്നത്. നമ്മൾ വായിച്ച് ശ്രദ്ധിച്ചോ നിങ്ങൾ? വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അതാണ് നമ്മുടെ ചിന്താ വിഷയം. നാം എന്ന പദം, നാം, ഇതെഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ്ലീഹ. നമുക്കറിയാം, വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. നാം തടവറകളെ പ്രാർത്ഥനാമുറികളാക്കി മാറ്റി അനുഗ്രഹീതനായ ദൈവമനുഷ്യനാണ് കർത്താവിൻ്റെ ദാസനായ പൗലോസ്. പ്രാർത്ഥനയിൽ ദേശങ്ങളെ സ്വാധീനിച്ച മനുഷ്യൻ. എഫെസോസ് പോലെയുള്ള പൈശാചിക കുടിയിരിപ്പുകൾ ഉറഞ്ഞു തുള്ളുന്ന പട്ടണങ്ങൾക്കകത്തേക്ക് ആത്മനിയോഗത്തിൻ്റെ പ്രാർത്ഥനയുമായി കയറി ചെന്ന ശക്തനായ ദൈവമനുഷ്യൻ. പൗലോസിൻ്റെ ലേഖനങ്ങൾ ശ്രദ്ധിച്ചോ? 14 ലേഖനങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ 14 ലേഖനങ്ങൾക്കകത്തും ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനാ ശബ്ദമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. റോമാലേഖനത്തിനകത്ത് നമ്മൾ കണ്ടില്ലേ, ദൈവ ഇഷ്ടപ്രകാരം നിങ്ങളുടെ അടുക്കൽ വരേണ്ടതിന് ഞാൻ എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ യാചിക്കുന്നു എന്നതിന് ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക്. ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഈ മനുഷ്യൻ സാക്ഷി നിർത്തുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. അതെന്താ പൗലോസേ, നിങ്ങൾ മറ്റാരെയും സാക്ഷി നിർത്താതെ ദൈവത്തെ സാക്ഷി നിർത്തുന്നേ? അതിൻ്റെ പിന്നിലൊരു കാരണം, പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്കൊരിക്കൽ സാക്ഷി നിന്നത് സർവശക്തനായ ദൈവമാണ്. നമുക്കറിയാം ഭാഗം. പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ അകത്ത് ദമാസ്കസിൻ്റെ പടിയിൽ ദൈവീക സന്ദർശനത്തിന് വിധേയനാക്കപ്പെട്ട ഈ മനുഷ്യൻ 3 ദിവസങ്ങൾ കണ്ണ് കാണാത്തവനായി, വചനം പറയുന്നത് നേർവീതി എന്ന തെരുവിൽ യൂദായുടെ ഭവനത്തിൽ തർസൂസുകാരനായ ശൗൽ എന്ന ഒരുവനെ അന്വേഷിക്കുക. അതാണ് അനന്യാസിന് ദൈവം കൊടുക്കുന്ന അഡ്രസ്സ്. കൊല്ലനായ ശീമോന്റെ ഭവനത്തിൻ്റെ അകത്ത് ഈ മനുഷ്യൻ കണ്ണ് കാണാതെ 3 ദിവസം ഇരുന്നു. ഈ മനുഷ്യൻ അവിടെ ഇരിക്കുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, ദമാസ്കസിൽ വേറൊരുവൻ്റെ അടുക്കലേക്ക് സ്വർഗമിറങ്ങി. ആ ഇറങ്ങി വന്ന മനുഷ്യൻ അഡ്രസ്സുള്ളവനായിരുന്നില്ല, പേരുള്ളവനായിരുന്നില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് നെയിം ബോർഡിൽ ആ മനുഷ്യൻ്റെ പേരില്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യൻ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വലിയ പ്രസംഗം പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ ഈ മനുഷ്യനില്ല. വലിയ ശുശ്രൂഷ ചെയ്ത പാഠവങ്ങളില്ല ഈ മനുഷ്യന്. പക്ഷേ ആരും ഈ മനുഷ്യനെ അറിഞ്ഞില്ല. ഒരു കാര്യം ഞാൻ പറയാം, മനുഷ്യരാരും അറിഞ്ഞില്ലെങ്കിലും ദമസ്കോസിനകത്ത് ദൈവത്തിൻ്റെ മുഖമന്വേഷിക്കുന്ന ഒരുവനുണ്ടെന്ന് സ്വർഗത്തിനറിയാമായിരുന്നു.
ഇന്ന് രാത്രി ആരൊക്കെ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ദൈവം അറിഞ്ഞില്ലേ കാര്യമില്ല. ആരും അറിഞ്ഞില്ലേലും ദൈവം അറിഞ്ഞ പിന്നെ നിന്നെ ആരും അറിഞ്ഞില്ലേലും നീ ഭാരപ്പെടണ്ട. ദൈവം അറിഞ്ഞവനെ എഴുന്നേൽപ്പിക്കുന്നത് മനുഷ്യനല്ല, ദൈവം അറിഞ്ഞവനെ എഴുന്നേൽപ്പിക്കുന്നത് ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. അനന്യാസിനോട് തമ്പുരാൻ ഇറങ്ങി വന്ന് പറയുകയാണ്, അനന്യാസേ, നേർവീതി എന്ന തെരുവിൽ യൂദായുടെ ഭവനത്തിൽ തർസൂസുകാരനായ ശൗൽ എന്ന ഒരുവനെ അന്വേഷിക്കുക. അടുത്ത വാക്യം, അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുന്നെന്ന് തമ്പുരാനാണ് അനന്യാസിനോട് പറഞ്ഞത്. അനന്യാസിന് പൗലോസിനെ കുറിച്ചുള്ള അറിവ്, ശൗലിനെ കുറിച്ചുള്ള അറിവ്, അവൻ യെരൂശലേമിലെ ദൈവസഭയ്ക്ക് വളരെ ഉപദ്രവം ചെയ്തവനാണെന്നാണ്. തമ്പുരാൻ അനന്യാസിനോട് പറയുന്നു, അനന്യാസേ, അവനെക്കുറിച്ചുള്ള ഇന്നലകളിലെ അറിവാണ് നീ പറയുന്നത്. പക്ഷേ അവൻ ഇന്ന് ആരാന്ന് നിനക്കറിഞ്ഞുകൂടാ, പക്ഷെ എനിക്കറിയാം. അവൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഇന്നലകളല്ല ദൈവത്തിൻ്റെ വിഷയം. ഇന്ന് രാത്രി സ്വർഗം നോക്കുന്നത് നിന്റെ അനുഭവങ്ങളെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ കോരിന്ത്യരോട് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? ഇന്നലത്തെ കാര്യമല്ല. ഇന്നലകളിൽ നിങ്ങൾ ഭയങ്കര വിശ്വാസമൊക്കെയാണ്, പക്ഷെ അല്ല, ഇന്ന് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ, ശോധന ചെയ്യുവിൻ. ദൈവത്തിന് നന്ദിയോടെ. കർത്താവിൻ്റെ വിഷയം ഇന്നലെ ആരായിരുന്നല്ല, കർത്താവിൻ്റെ വിഷയം ഇന്നാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനന്യാസിനോട് തമ്പുരാൻ പറയും, അനന്യാസേ, അവൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനാണ് പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് സാക്ഷി നിന്നത്. അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥനയ്ക്ക് സാക്ഷി നിർത്തിയത് തമ്പുരാനെയാണ്. ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് സാക്ഷി. ഇന്ന് രാത്രി നിൻ്റെ പ്രാർത്ഥന ആരും കണ്ടില്ല, നിൻ്റെ കണ്ണുനീരാരും കണ്ടില്ല. 4 ചുവരിനകത്ത് പ്രാവ് കുറുകുന്നത് പോലെ നീ കുറുകിയത് ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, നീ കാണാത്ത ഒരുവൻ അതിൻ്റെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ. ചില പ്രാർത്ഥനകൾക്ക് മാനുഷികമായ സാക്ഷികളില്ല. സാക്ഷി ചോദിച്ചാൽ നിനക്ക് നിരത്തിവെക്കാൻ അല്ലിയ സാക്ഷികളുടെ ലിസ്റ്റില്ല. പക്ഷെ സ്വർഗം പറയും, അല്ലിയ ആരും കേട്ടില്ലേലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരുവൻ നിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ആരൊക്കെയോ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ചിലതുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മാനുഷിക സാക്ഷികൾ വേണ്ട. നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ ഇന്ന് രാത്രി ഉയരത്തിലുണ്ട്. അതുകൊണ്ട് അത് ഇയ്യോബ് പറഞ്ഞത്, എന്റെ സാക്ഷി പൊടിമേൽ നിൽക്കും. ഈ രാത്രി അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരാം, ശ്രദ്ധിക്കൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ റോമാലേഖനത്തിൻ്റെ അകത്ത് പൗലോസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പങ്കുവെക്കുകയാണ്. റോമിലെ ദൈവസഭയ്ക്ക് വേണ്ടി ഈ ദൈവമനുഷ്യൻ റോമിലെ ദൈവസഭയ്ക്ക് വേണ്ടി ഈ ദൈവമനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഓർത്ത് എൻ്റെ കർത്താവിനിൽ എപ്പോഴും സ്തോത്രം ചെയ്യുകയാണ്. തീർന്നില്ല. എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവമനുഷ്യൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർന്നില്ല. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങൾ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും, ഹല്ലേലൂയ, പ്രൈസലോ, നിർമ്മലന്മാരും, അതേ പ്രൈസലോ, ഇടർച്ചയില്ലാത്തവരും നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലേഖനങ്ങളിലെല്ലാം ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയുടെ സാക്ഷ്യമുണ്ട്. അനുഗ്രഹീതമായ പ്രാർത്ഥനാനുഭവമുള്ള ശക്തനായ ദൈവമനുഷ്യൻ. ശ്രദ്ധിച്ച്,
ദൈവം പ്രാർത്ഥിക്കുന്നവനെന്ന് സാക്ഷ്യപ്പെടുത്തിയവൻ. ഈ മനുഷ്യൻ എഴുതിയ ദൂത നമ്മൾ വായിച്ചത്. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ഇത്ര ശക്തനായ പ്രാർത്ഥനക്കാരൻ ദൂതെഴുതുമ്പോൾ പറയേണ്ടത് എന്താ? വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് റോമിലെ ദൈവമക്കളെ നിങ്ങൾക്ക് അല്ല. ആ മനുഷ്യൻ പറയേണ്ടത് അതാ. പക്ഷേ ആ മനുഷ്യൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്കറിയില്ലെന്നല്ല, നമുക്ക്. ആ നാം എന്ന നിങ്ങൾ റോമിലെ ദൈവമക്കളെ മാറ്റിയിട്ട് പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെയും കൊണ്ടുവന്നേ. പൗലോസേ, ഇത്ര കണ്ട് പ്രാർത്ഥനയുടെ നിയോഗം വീണ ദൈവം പ്രാർത്ഥിക്കുന്നവനെന്ന് സാക്ഷ്യം പറഞ്ഞ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലേ? ഹല്ലേലൂയ. പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആ മനുഷ്യൻ 14 വർഷങ്ങൾക്ക് മുമ്പ് എവിടെ പോയതാ? 3-ാം സ്വർഗത്തോളം. ഇവിടെ ഇല്ലേ നിങ്ങൾ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യനാണ്. ഉന്നതമായ വെളിപ്പാട് പ്രാപിച്ച മനുഷ്യൻ. ദൈവസഭയെക്കുറിച്ച് ഇത്രയേറെ വെളിപ്പാട് പങ്കുവെച്ച വേറൊരു മനുഷ്യനില്ല. ദൈവത്തിന് സ്തോത്രം. താക്കോല് കിട്ടിയത് പത്രോസിനാണെങ്കിലും വെളിപ്പാട് കൈമാറിയത് തമ്പുരാൻ പൗലോസിനാണ്. പ്രൈസ് ദി ലോർഡ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരം. കൊലോസ്യ ലേഖനത്തിലേക്ക് വന്ന പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, തല ക്രിസ്തുവും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അതേ ശരീര സഭയുമാണെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ശരീരത്തിൻ്റെ തലയായ ക്രിസ്തുവിനെ കുറിച്ചാണ് കൊലോസ്യ ലേഖനത്തിൽ പൗലോസിന് പങ്കുവെക്കാനുള്ളത്. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ ശരീരമായ സഭയെക്കുറിച്ചും എന്ന് പറഞ്ഞാൽ അത്ര ഈടുറ്റ ആഴമായ വെളിപ്പാടുകളാണ് പൗലോസ് പങ്കുവച്ചിരിക്കുന്നത്. ഇത്രയേറെ വെളിപ്പാട് പ്രാപിച്ച ഈ മനുഷ്യൻ, ആ മനുഷ്യൻ പറയുകയാണ്, പ്രാർത്ഥിക്കാൻ എനിക്ക് സ്തോത്രം. എന്നെ ഭയങ്കരമായി ചലിപ്പിച്ചൊരു ചിന്തയാണത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് പ്രാർത്ഥിക്കാൻ, പ്രൈസ് ദി ലോർഡ്, അറിഞ്ഞാൽ, ഹല്ലേലൂയ, ഒന്ന് പ്രസംഗിക്കാൻ അത് ഈ കഴിവ് കിട്ടിയാൽ, അവസരം കിട്ടിയാൽ, പിന്നെ പ്രൈസ് ദി ലോർഡ്, നിലത്തെങ്ങും അല്ലെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളും ഒക്കെ നിൽക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പക്ഷേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ടും ഒരു മനുഷ്യൻ പറയുകയാണ്, എനിക്കറിഞ്ഞുകൂടാ, എന്ത് പ്രാർത്ഥിക്കാൻ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചു, ദൈവദാസ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടെ? എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഞാൻ ഈ ദൂതുമായി ദൈവസന്നിധിയിലിരുന്നു. തമ്പുരാനോട് ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ പറയാൻ കാരണം? അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ആ മനുഷ്യൻ എന്താ പറയുന്നത്? പ്രാർത്ഥിക്കാൻ അറിയലെന്നല്ല, ആ മനുഷ്യൻ പറയുന്നത് വേണ്ടും പോലെ. എന്താണ് ആ വീണ്ടും പോലെ? അടുത്ത വാക്യം ഒന്ന് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റോമാലേഖനം 8-27 വാക്യം വായിച്ചേ. ഉണ്ടോ? അതാണ് ദൂത്. ആ വേണ്ടും പോലെ എന്ന പദത്തിൻ്റെ കൃത്യമായ ട്രാൻസ്ലേഷൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ദൈവഹിതം. നമ്മളെല്ലാത്തിൻ്റെയും ദൈവഹിതം ആരായുന്നവരാണ്. പ്രാർത്ഥനയെ ദൈവഹിതം ആരായാറുണ്ടോ? സ്തോത്രം. നമ്മുടെ എല്ലാ പ്രാർത്ഥനയാണെന്നാണ് നമ്മുടെ ചിന്ത. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ദൈവത്തിന് താല്പര്യമാണെന്നാണ് നമ്മുടെ ചിന്ത. പക്ഷേ ഒരു മനുഷ്യൻ പറയുന്നു, ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യണം എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം. അപ്പൊ പൗലോസ് പ്രാർത്ഥനയിൽ നേരിട്ട സമ്മർദ്ദം അവിടെയാ. ദൈവഹിതം. പൗലോസെ, ഏറ്റവും അധികം ദൈവഹിതം പങ്കുവെച്ചത് നിങ്ങളല്ലേ? ദൈവഹിതപ്രകാരമുള്ള ആരാധന, ദൈവഹിതം ആരായാൻ പൗലോസ് പലയിടത്തും പറഞ്ഞിട്ടില്ലേ? അപ്പം ദൈവഹിതത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു ഉൾക്കാഴ്ച പ്രാപിച്ച മനുഷ്യനാ പൗലോസ്. എന്നിട്ടും പൗലോസെ, നിങ്ങൾ എവിടെയാണ് പ്രാർത്ഥനയിൽ ദൈവഹിതം ആരായാതെ പോയത്? എവിടെയാണ് പ്രാർത്ഥനയിൽ നിങ്ങൾ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയത്? പൗലോസ് പറയും, അത് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പങ്കുവെക്കുന്നുണ്ട്. 2 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം. 8-9 വാക്യങ്ങൾ വായിച്ച വേഗത്തിൽ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് എന്താ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചേ? എന്തുകൊണ്ട്? ഇവിടെ ശ്രദ്ധിച്ച്, എന്തുകൊണ്ടാണ് 3 വട്ടം അപേക്ഷിച്ചേ? 2 വട്ടം പ്രാർത്ഥിച്ചപ്പോഴും കർത്താവ് ഒന്നും മറുപടി കൊടുത്തില്ല പ്രാർത്ഥനയ്ക്ക്. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം. ഇത് പൗലോസ് അനുഭവിച്ചൊരു പ്രതിസന്ധിയാ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസ് തൻ്റെ വിടുതലിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ ആ വിടുതലിനു വേണ്ടി പ്രാർത്ഥിച്ച പൗലോസിനോടുള്ള ദൈവത്തിൻ്റെ മറുപടി
യെസ് എന്നായിരുന്നില്ല, നോ എന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് എഴുതി വെച്ചത് സാധാരണ മനുഷ്യനല്ല. 36ഓളം ദൈവസഭ സ്ഥാപിച്ച മനുഷ്യൻ, ശക്തനായ മനുഷ്യൻ. ദൈവസഭയ്ക്കകത്ത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്തെ പൗലോസിൻ്റെ 14 ലേഖനം മാറ്റിവെച്ചാൽ പിന്നെ പുതിയ നിയമസഭയ്ക്ക് ഒന്നുമില്ല. അത്ര കരുത്തനായ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന്. ഹലോ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ചെറിയ പ്രാർത്ഥനകൾ കേൾക്കാതെ വരുമ്പോൾ നമ്മുടെ ഹൃദയം ക്ഷീണിക്കും, നമ്മൾ തളരും, നമ്മൾ ദൈവത്തോട് പിറുപിറുക്കും, നമ്മൾ ദൈവത്തോട് ചോദ്യം ചെയ്യും. ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി അക്ഷീണം ഓടിയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വിശ്രമം കൂടാതെ ഓടിയ ഒരു മനുഷ്യൻ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്തൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് തമ്പുരാൻ നോ എന്ന് പറഞ്ഞെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്പുരാൻ പറഞ്ഞു പൗലോസിനോട്, തമ്പുരാൻ പറഞ്ഞു, പൗലോസേ, നീ ചോദിക്കുന്ന ആ പ്രാർത്ഥന, ആ മറുപടി എനിക്ക് തരാൻ പറ്റുകയില്ല. 2 വട്ടം പ്രാർത്ഥിച്ചിട്ടും തമ്പുരാൻ നോ എന്ന് പൗലോസിനോട് പറഞ്ഞു. അതുകൊണ്ടാണ് 3-ാം വട്ടവും, എന്തുകൊണ്ട് 4-മത് പ്രാർത്ഥിച്ചില്ല? 3-ാം വട്ടം കിട്ടിയ മറുപടി ആ മനുഷ്യൻ തൃപ്തനായിരുന്നു. നമ്മുടെയൊക്കെ പലരുടെ വിഷയം എന്താണെന്നറിയാം, ഞാനടക്കം. ദൈവത്തിന് സ്തോത്രം. 3 ഇരുന്നാൽ കിട്ടിയില്ലേ നമ്മൾ, നിങ്ങൾ, എനിക്ക് UK കാരുടെ കാര്യം അറിയില്ല. 3 ഇരുന്നാൽ കിട്ടിയില്ലേ നമ്മൾ 7 ഇരിക്കും. 7 ഇരുന്നാൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ 21 ഇരുന്നിട്ടും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് കർത്താവ് പറയാത്തതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണ്ട് ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, രാജ് പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ വിദേശത്തേക്കൊന്ന് പോകാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ്. സ്തോത്രം. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നൊന്ന് അറിയാനാ. 6 പ്രാവശ്യം കണ്ട് പോയി, പ്രൈസലോ, നെഞ്ചടിച്ച് വന്നതാ, തിരിച്ച് രക്ഷപ്പെട്ടു വന്നതാ. തമ്പുരാൻ്റെ മഹാകരുണ കൊണ്ട് വിടുവിച്ച് അവസാന സമയം വലിയ പ്രതിസന്ധിയിലാണ് തിരിച്ചു വന്നേ. എന്നിട്ടും പോക്ക് അവസാനിച്ചിട്ടില്ല. വീണ്ടും ദൈവഹിതം നിങ്ങളെ കൊണ്ടുവിടെ, വീണ്ടും ദൈവഹിതം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം പോയാൽ തിരിച്ചു വരാൻ വലിയ ബദ്ധപ്പാടാ, ജയിലിനകത്ത് കിടക്കുന്നതാണ് കാണുന്നത്, ഇതിനകത്തൊരു ദൈവഹിതയില്ല. ഉടനെ എന്നോട് പറയാം, നമുക്കത് പ്രാർത്ഥിച്ചൊന്ന് ദൈവഹിതാക്കാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്. സ്തോത്രം. പ്രാർത്ഥിച്ച് തമ്പുരാൻ്റെ വരെ പദ്ധതികളെ മാറ്റിക്കളയുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. പ്രൈസൽ, തമ്പുരാൻ്റെ മേലെ കൃപ ഇട്ടിട്ടില്ല കേട്ടോ. ദൈവത്തിൻ്റെ ആലോചനയാണ്. തമ്പുരാൻ വാക്ക് മാറ്റുന്നവല്ല. നാഴിക്ക് 40 വട്ടം വാക്ക് മാറ്റുന്നൊരു ദൈവത്തെ അല്ല നമ്മൾ. ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നു, ഇല്ലെന്ന് പറഞ്ഞാൽ കര ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്തേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പൗലോസിൻ്റെ പ്രത്യേകത, അരുതെന്ന് പറഞ്ഞപ്പോൾ, നോ എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് ആ ദൂതിൽ, ആ മറുപടിയിൽ പൗലോസ് ഹല്ലേലൂയ ബലപ്പെട്ടു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, പൗലോസിന് ദൈവം കൊടുത്ത മറുപടി എന്താ? അല്ല, അതിനു മുമ്പ് പൗലോസിനോടൊരു കാര്യം ദൈവം പറഞ്ഞു. 7-ാം വാക്യത്തിൽ ഇതെന്തിനാന്ന് പറഞ്ഞു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ. അപ്പോഴാ പൗലോസിന് ഇത് മനസ്സിലായേ. അതുവരെ പൗലോസിന് കാര്യം പിടുത്തം കിട്ടിയില്ല. ഞാൻ എന്തിനാ ഈ പ്രതിസന്ധി, എൻ്റെ ജീവിതത്തിൽ എന്തിനാ ഈ അലച്ചിൽ, എൻ്റെ കഷ്ടത എന്തിനാ, എൻ്റെ ഈ രോഗം എന്തിനാ? പലതിനും നമ്മുടെ ചിന്ത പോരാട്ടമാണെന്ന, പലതിൻ്റെ ചിന്ത വെല്ലുവിളിയാണെന്ന, പലതിൻ്റെ ചിന്ത പ്രാർത്ഥിച്ച ഇത് മാറുമെന്ന. ഞാൻ ഒരു കാര്യം പറയാ, ചിലതിൻ്റെ പിന്നിലല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ മറഞ്ഞിരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയുന്നവന് മാത്രമേ ദൈവ ശബ്ദത്തിനകത്ത് ആശ്വസിക്കാൻ കഴിയത്തുള്ളൂ. ആ മനുഷ്യനോട് തമ്പുരാൻ പറയുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ ശൂലം. ഇതെന്തിനാന്ന് കർത്താവ് ആദ്യം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മൾ ചിന്തിക്കുന്നോ ദൈവം എന്താ പൗലോസിനോട് അങ്ങനെ ഒരു സ്നേഹമില്ലാതെ ഇടപെട്ടേന്ന്? അല്ല കേട്ടോ, പൗലോസിനോട് തമ്പുരാന് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടല്ലേ 3 പ്രാവശ്യവും ഇത് മാറാൻ വേണ്ടി വന്ന് പ്രാർത്ഥിച്ച പൗലോസിൻ്റെ ഭാരം ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ടല്ലേ അടുത്ത വാക്യത്തിൽ തമ്പുരാൻ ഒരു ശക്തമായ ദൂതങ്ങ് കൊടുത്തത്. പൗലോസേ, ഇത് സാരമില്ല, നീ ഇതിനോർത്ത് ഭാരപ്പെടണ്ട. ഇത് നിനക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നീ എൻ്റെ
അടുക്കൽ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് 8-ാം വാക്യത്തിൽ തമ്പുരാൻ പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇന്ന് രാത്രി നിന്നോട് സഹതാപം കാണിപ്പാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതൻ അല്ല നിനക്കുള്ളത്. ഇന്ന് രാത്രി നിന്റെ ബലഹീനതയിൽ നിന്നെ ശക്തീകരിക്കാൻ കഴിയുന്ന ഒരുവൻ ഇതിന്റെ നടുവിൽ ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കുന്നുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർ ഈ രാത്രി ആ വചനത്തെ ആത്മാവിൽ സ്വീകരിക്കട്ടെ. ഒറ്റതൂതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചേ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പൗലോസ് വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്തൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സർവശക്തനായ ദൈവം നമ്മുടെ കർത്താവ് ആ മറുപടി പൗലോസ് പ്രതീക്ഷിച്ചതുപോലെ കൊടുത്തില്ല. പക്ഷേ പൗലോസിനോട് ചോദിച്ചേ, ദൈവദാസ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മറുപടി, നിങ്ങൾ പ്രതീക്ഷിച്ചൊരു മറുപടി കിട്ടിയില്ല, പ്രതീക്ഷിക്കാത്തൊരു മറുപടി നിങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഏറെ കാലം കർത്താവിന് വേണ്ടി നിന്നിട്ടും ഇതാണോ എനിക്ക് തന്ന മറുപടി എന്ന ഒരു ചിന്ത നിങ്ങളെ ഭരിച്ചോ? നിങ്ങൾ ക്ഷീണിച്ചോ? ആ മറുപടിയിൽ നിങ്ങൾ തളർന്നോ? പൗലോസ് പറയും, ഇല്ല, ഹല്ലേലൂയ, ഞാൻ തളർന്നില്ല, ഞാൻ തളരുകയില്ല. കാരണം ഞാനും എൻ്റെ യേശുവും തമ്മിലുള്ള ബന്ധം ഒരു സൗഖ്യത്തിൻ്റെ ബന്ധമല്ല, ഒരു വിടുതലിൻ്റെ ബന്ധമല്ല, ഇതൊരു ഭൗതികതയുടെ ബന്ധമല്ല. ഈ ബന്ധത്തിന് അതിനേക്കാൾ ആഴമുണ്ട്. പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ പറയുകയാണ്, കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ വരുവാനുള്ളതോ ഉയരത്തിലുള്ളതിനോ ആഴത്തിനുള്ളതിനോ ഒന്നിനോ ക്രിസ്തുയേശുവുമായിട്ടുള്ള എൻ്റെ സ്നേഹബന്ധത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്നു. ഓ, അതെന്ത് വെളിപ്പാടാ ദൈവമക്കളെ, അതെന്ത് ദൂതാ. പൗലോസ് പറയുക, ഈ ലോകത്തിന്റെ അകത്ത് അതെ ഞാൻ ഒരു സൗഖ്യവും എനിക്ക് തന്നില്ലേലോ, ഒരു വിടുതലും എനിക്ക് തന്നില്ലേലോ, അതൊന്നും എൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റത്തില്ല. കാരണം എന്താ? അതിനേക്കാൾ അപ്പുറമാണ് ഈ ബന്ധം. ഈ ബന്ധം സ്ട്രോങ് ആണ്. ഇതെങ്ങനെയാ സ്ട്രോങ് ആയത്? ഇത് സ്ട്രോങ് ആയത് സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട്. ഇച്ചിരി മുമ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാടിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ദാസൻ ആ പാട്ട് പാടിയപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ആഴം, ഹല്ലേലൂയ, അത് പൗലോസ് കണ്ടപ്പോൾ പൗലോസ് പറഞ്ഞു, ഇനി എനിക്കൊന്നും അറിയണ്ട, വേറെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയണ്ട. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താ? ക്രൂശിലാണ് ആ സ്നേഹത്തിൻ്റെ പകർച്ച കിടക്കുന്നത്. ക്രൂശ് കണ്ടവന് കർത്താവിനെ വിട്ടുപോകാൻ പറ്റത്തില്ല. ക്രൂശ് കണ്ടവന് ഹല്ലേലൂയ ഭൗതികമായി വിടുതലില്ലായ്മയുടെ പേരിൽ തിരിഞ്ഞു നടക്കാൻ പറ്റത്തില്ല. ക്രൂശ് കണ്ടവൻ ഈ ലോകത്തിലെ ഒന്നുമല്ല വിഷയം, അവന്റെ വിഷയം ദൈവത്തിന്റെ സ്നേഹമാ. അതുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ്, ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല, ഇതൊന്നും അല്ല കർത്താവുമായിട്ട് എന്നെ അടുപ്പിച്ചിരിക്കുന്നത്. നൈമിഷികമായൊരു വിടുതലല്ല. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വിടുതലില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വിടുതലല്ല, യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ മാനദണ്ഡമെന്ന് പറയുന്നത് അതിന്ന് രാത്രി അതിനപ്പുറമായൊരു ദൈവസ്നേഹത്തിൻ്റെ ഹോൾഡിംഗ് ആകട്ടെ, സ്നേഹമാകട്ടെ നിന്നെ ഇന്ന് രാത്രി ഹോൾഡ് ചെയ്യുന്നത്. പാപം ചെയ്യാൻ ിരിക്കുന്ന സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ ഉയരുമ്പോൾ ദൈവ സ്നേഹം നിന്നെ ഹോൾഡ് ചെയ്യട്ടെ. ഇന്ന് രാത്രി ആ സ്നേഹത്തിന്റെ ഒരു പകർച്ച നമ്മുടെ മേൽ വീണാൽ നമ്മുടെ ആത്മീയ ജീവിതം തിരിയും. ഇന്ന് രാത്രി ആ ദൂത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഒറ്റ ദൂത് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാൻ പോകുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, വചനം പറയുന്നു, ആസിയിൽ ദൈവം പൗലോസ് മുഖാന്തിരം അസാധാരണ വീര്യപ്രവൃത്തി ചെയ്തു. പ്രവർത്തികളുടെ പുസ്തകത്തിലെ ഭാഗമാണ്. ആസിയിൽ ദൈവം അസാധാരണ വീര്യപ്രവൃത്തി. അടുത്ത ഭാഗം ഇങ്ങനെയാണ്, പൗലോസിൻ്റെ റൂമാലും ഉത്തരീയവും കൊണ്ട് ചെന്ന് ഇട്ടിടത്ത് രോഗികൾ സൗഖ്യമായി. രോഗികൾ വിട്ടുമാറി ചെയ്തു. അസാധാരണ വീര്യപ്രവർത്തികൾ ആരിലൂടെ അല്ല, പൗലോസിന്റെ റൂമാലിലൂടെ, പൗലോസിന്റെ ഉത്തരീയത്തിലൂടെ.
എൻ്റെ ചോദ്യം ശ്രദ്ധിച്ചേ ദൈവമക്കൾ, എൻ്റെ ചോദ്യം, ഇത് പൗലോസിന്റെ റൂമാലാണ്. ആ റൂമാല് കൊണ്ടുവന്നിടുന്നിടത്ത് ഇത് കൊണ്ടുവന്നിടുന്നിടത്ത് വിടുതല. പക്ഷെ ഇത് ചുമക്കുന്ന ശരീരം, അസാധാരണ ശക്തി ഇതിനകത്തുണ്ട്. രോഗികളെ സൗഖ്യമാക്കാനുള്ള കരുത്ത് ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് ചുമക്കുന്ന ശരീരം ഇന്നും ബലഹീനമാണ്. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഉന്നതമാണ്. നീ പ്രാർത്ഥിക്കുന്നവൻ വിടുവിക്കപ്പെടും. നീ കൈവെക്കുന്നവൻ്റെ മേൽ സൗഖ്യം വ്യാപരിക്കും. പക്ഷെ പലപ്പോഴും നിന്റെ വിഷയത്തിനകത്ത് വിടുതലില്ല. വ്യക്തിപരമായ വിഷയത്തിനകത്ത് വിടുതലില്ല പലപ്പോഴും. പക്ഷേ നീ മറ്റുള്ളവരുടെ വിഷയം ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ സഡൻലി വിടുതൽ നീ കാണുന്നുണ്ട്. കർത്താവ് എന്താ പറയുന്നതെന്നറിയാമോ? പൗലോസേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നത് കർത്താവല്ല, പൗലോസ് പറയുന്നത്, പൗലോസിന് പറയാനുള്ള ദൂതിത, എൻ്റെ മേൽ വ്യാപരിക്കുന്ന സൗഖ്യം, എൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം, അത് എന്നെ സൗഖ്യമാക്കാനുള്ള അഭിഷേകമല്ല. എൻ്റെ സൗഖ്യത്തെക്കാൾ കർത്താവിൻ്റെ വിഷയം എന്നിലൂടെ വിടുവിക്കപ്പെട്ടു വരേണ്ട അടുത്ത ജനറേഷനാണ്. ഈ രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ പിന്നിൽ ദൈവത്തിന് ഉന്നതമായ പദ്ധതിയുണ്ട് കേട്ടോ. നീ ചില വിഷയങ്ങളിലൂടെ തകരുന്നില്ലേ? നീ ചില പ്രശ്നങ്ങളുടെ നടുവിൽ ഉടയുന്നില്ലേ? ആ ഉടച്ചിലിനകത്ത് നീ പോലും അറിയാത്തൊരു പകർച്ച നടക്കുന്നുണ്ട്. നീ പോലും അറിയാത്ത ചില കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധിയിലാണ് സ്വർഗം നിന്നെ കരുത്തനാക്കുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി നീ കടന്നു പോകുന്ന ചില സംഘർഷങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില വിടുതലില്ലായ്മകൾ, അത് നിന്നെ തകർക്കാനല്ല കേട്ടോ, അത് നിന്നെ പുറത്തെടുക്കാനാണ്. എല്ലാ കണ്ണുകളും അടച്ചെല്ലരും എഴുന്നേറ്റ് ഒരുമിച്ച് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ സമയമെടുത്ത് പങ്കുവെക്കേണ്ട ഒരു ദൂതാണ്. വേഗത്തിൽ അതിൻ്റെ ആശയങ്ങൾ, കാമ്പുകൾ മാത്രം കൈമാറി ഞാൻ നിർത്തുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് അപ്പായുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് ഈ ദൈവസഭയെ ദേശത്തു ദൈവം നട്ടിരിക്കുന്നത് ഈ ഒരു വെളിപ്പാടിലാണ്. അനേകർ വിടുതലില്ലാതെ ഇതിനകത്ത് വന്ന് വിടുവിക്കപ്പെടണം. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവം പകർന്ന അഭിഷേകം ഉന്നതമാണ്. ഒരുപക്ഷെ സഹോദര, നീ ശക്തമായ അഭിഷേകം നിറയപ്പെട്ടവനാണ്. പക്ഷേ ആരോ നിന്നോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് നിന്റെ വിഷയത്തിനകത്ത് വിടുതലില്ല? ദൂതിതാണ്, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നിന്നെ വിടുവിക്കാനുള്ളതല്ല, നിന്നിലൂടെ അനേകരെ വിടുവിക്കാനുള്ളതാണ്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചിട്ട് അപ്പായുടെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. എവിടൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ രാത്രി തൊടുന്നുണ്ട്. ആരുടെയൊക്കെയോ ഹൃദയങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് തൊടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഈ ദൂത് നിന്നോടാണെന്ന്. നിന്റെ ചില ഉടച്ചിലുകൾ, നിന്റെ ചില തകർച്ചകൾ യേശു ക്രൂശിൽ തകർന്നതാണ് എൻ്റെ വിടുതലായി മാറിയത്. യേശു വേദന സഹിച്ചതാണ് എൻ്റെ വേദനയ്ക്ക് പരിഹാരമായത്. അവൻ്റെ പുറം മുഴുവജാല് പോലെ കീറിയതാണ് എൻ്റെ ശാപങ്ങൾക്ക് പരിഹാരമായത്. അങ്ങനെയെങ്കിൽ നീ ഉടയുന്നത് ചിലർക്ക് പരിഹാരമാകാനാണ്. കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് ആ ക്രൂശിലേക്ക് നിന്റെ കണ്ണുകളെ ഒന്ന് ഉയർത്താമോ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. പൗലോസ് പറയുന്നു, ആ ക്രൂശിനെ കണ്ടാൽ പിന്നെ മാറിപ്പോകാൻ പറ്റത്തില്ല. ഞാൻ കണ്ടത് ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ആ സ്നേഹമാണ് എന്നിലേക്ക് ഒഴുകപ്പെട്ടത്. ഈ രാത്രി ദൈവത്തിൻ്റെ പൈതലേ, ആ ദൈവസ്നേഹം ഈ ദൂതിലൂടെ ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അനേകർ വിടുതലുകളുടെ പിന്നാലെ ഓടുമ്പോൾ കർത്താവ് നിന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹത്തിലാണ്. ആ സ്നേഹം ആ തലമുറ ഓർത്തപ്പോഴാണ് അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങാനുള്ള തീരുമാനം അവനുണ്ടായത്. അല്പം മുമ്പ് നമ്മൾ കേട്ടില്ലേ, അവൻ അപ്പൻ്റെ സ്നേഹം ഓർത്തു. ആ സ്നേഹമാണ് അവനെ തിരിച്ചു നടത്തിയത്. എല്ലാം നഷ്ടപ്പെടുത്തിയവൻ, അവനറിയാം ഇനി അപ്പൻ്റെ വീട്ടിൽ എനിക്കൊന്നുമില്ല. ഒന്നുമില്ലെന്ന തിരിച്ചറിവോടെ തന്നെയാണ് അവൻ മടങ്ങിയത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, അവൻ എവിടെയാ ഓർത്തെന്നറിയാമോ? ആ സ്നേഹം. വചനം പറയുന്നത് അവൻ
അല്യ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ആ ദേശത്തെ പ്രമുഖരിൽ ആശ്രയിച്ചു. സ്വന്തം മുതൽ ദൂർത്തടിച്ചു കളഞ്ഞവന് ഒരു നല്ല ജോലി കൊടുക്കാൻ ദേശത്തുള്ള ആരും തയ്യാറായില്ല. അവരുടെ ഇടയിൽ പ്രമാണിയെപ്പോലെ വന്ന മനുഷ്യനവൻ. പക്ഷെ ഒരു സമയം കണ്ടപ്പോൾ ഒന്നുമില്ലാത്തവനായി. ഒന്നുമില്ലാത്തവന് പിന്നെ ആർക്കും വേണ്ട. അതുകൊണ്ട് അവന് സ്വന്തമായതൊന്ന് കൊടുക്കാൻ, മേത്തരമായതൊന്ന് കൊടുക്കാൻ ആരും തയ്യാറായില്ല. പന്നികളെ അല്ലെങ്കിൽ മേയ്ക്കുന്ന ജോലി. വചനം പറയുന്നത് പന്നിക്ക് കൊടുക്കുന്ന വാളവര മതി എന്നവൻ ആഗ്രഹിച്ചെങ്കിലും ദൂതിങ്ങനെയാണ്, അതും ആരും അവന് കൊടുത്തില്ല. പട്ടിണി കിടന്നപ്പോ, പന്നിക്കുഴി കടന്നപ്പോ, തൻ്റെ അല്ലെങ്കിൽ യജമാനന്മാർ തന്നോട് ചെയ്യുന്നത് കണ്ട് അവനോർത്തു അവൻ്റെ അപ്പൻ അവൻ്റെ കൂലിക്കാരോട് ചെയ്യുന്നത്. അവിടെയാണ് ആ മനുഷ്യന് സുബോധമുണ്ടായത്. അവൻ അപ്പനെ ഓർത്തു. ആ ദൈവസ്നേഹം, ആ അപ്പൻ്റെ സ്നേഹം ഈ രാത്രി നമ്മളെ അത് ഹോൾഡ് ചെയ്യും. പാപങ്ങളിൽ നിന്ന് നമ്മളെ വലിച്ചുകൊണ്ട് വരുന്നത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ ന്യായവിധിയുടെ ദൂതല്ല, ദൈവസ്നേഹത്തിൻ്റെ ദൂത. ഈ രാത്രി ആ സ്നേഹത്തിലേക്കൊന്ന് ഏൽപ്പിക്കപ്പെടാൻ എത്ര പേർക്ക് കഴിയും? കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മൾ ഇന്ന് നോക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. എല്ലാ കണ്ണുകളും അടച്ച് വ്യക്തിപരമായി ദൂത് കൈമാറാനുള്ള സമയം എൻ്റെ മുമ്പിലില്ല. ചിലരോട് ഇന്ന് രാത്രി ആത്മാവിടപെടുന്നു. നീ കടന്നു പോകുന്ന വിഷയങ്ങൾ നിന്റെ തകർച്ചയ്ക്കും തകരാറിനുമല്ല. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. വലിയ നിയോഗമുള്ളവർ ഈ രാത്രി ഇതിനകത്തുണ്ട്. വലിയ വിളിയുള്ളവർ, വലിയ ശബ്ദം കേട്ടവർ, കർത്താവിൻ്റെ ഉന്നതമായ പദ്ധതിക്ക് വേണ്ടി പട്ടണത്തിൽ വന്നവരാ ഇതിനകത്ത് നിൽക്കുന്ന പലരും. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇതൊരു മിഷണറി സഭയാ കേട്ടോ. ദൈവവേലയുടെ ശക്തമായ വിളിയുള്ളവർ ഇതിൽ കണക്റ്റ് ആകും. ഇതിനകത്ത് നിൽക്കുന്ന പലരും മുഖാന്തരം ഈ സഭയ്ക്കകത്ത് ആള് വരും. ഇടം പോരാതെ വണ്ണം ഈ കൂട്ടം ദൈവം നിറയ്ക്കാൻ പോകുക. കർത്താവിന്റെ വലിയ പ്രവൃത്തി ആത്മാവ് നിന്റെ മേൽ ഇടുക. വലിയ സുവിശേഷത്തിന്റെ ദർശനം ദൈവാത്മാവ് ചിലതിന്റെ മേൽ കൈമാറുകയാ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് വലിയ പങ്കുവെക്കലുകൾ നടക്കാൻ പോകുകയാ. ഒരു നിമിഷം ആ ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്തിയേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ രാത്രി നമ്മളെ ഒന്ന് ഏൽപ്പിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടഞ്ഞ് ഉൾക്കണ്ണ് തുറന്ന് കർത്താവിനെ ഒന്ന് നോക്കുക. സാന്നിധ്യം വിട്ട് എങ്ങോട്ട് പോയിടുമേ? ഉയരമോ ആഴമോ വേർപിരിപ്പാനാവുമോ? നിൻ സാന്നിധ്യം വിട്ട് എങ്ങോട്ട് പോയിടുമേ? ഉയരമോ ആഴമോ വേർപിരിപ്പാനാവുമോ? മൃത്യുവിനാലെ പോലും അണയാത്ത ജ്വാലയാകും നിൻ സ്നേഹവീഞ്ഞിനാലേ എന്നെ നീ സ്വന്തമാക്കി. യുവിനാലെ പോലും അണയാത്ത ജ്വാലയാകും നിൻ സ്നേഹവീഞ്ഞിനാലേ നടക്കും പാതയിൽ നീ മാത്രമെൻ
എൻ്റെ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെൻ്റെ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാനേറ്റമോടിയപ്പോൾ നീ എന്നെ തേടി വന്നു. പരിശുദ്ധ സ്നേഹത്തിനായി എൻ കരം നീ പിടിച്ചു. ഞാനേറ്റമോടിയപ്പോൾ നീ എന്നെ തേടി വന്നു. നിൻ സ്നേഹമീഞ്ഞിനാലേ എന്നെ നീ സ്വന്തമാക്കി.